ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ അമ്മേനെ അമ്പലത്തിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അനിയൻ ഇറങ്ങിയതാണ്. വണ്ടി തിരിക്കാൻ പോയ വഴിക്ക് മുട്ടനൊരു പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. ഇനി ഇതെല്ലാം കണ്ടുകൊണ്ട് മതിലിൻ്റെ മുകളിൽ പൂച്ച സാറ് രാവിലെ തന്നെ ഹാജരായിട്ടുണ്ടായിരുന്നു. പൂച്ച സാറ് ഇവിടുത്തെ ഒന്നുമല്ല കേട്ടോ, എവിടെ നിന്ന് വന്ന് കയറിയതാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, കലിപ്പ് മൂഡിലായിരുന്നു കക്ഷി. അങ്ങനെ വണ്ടിയൊക്കെ പണി കിട്ടി ചളിക്കകത്ത് താന്ന് കിടക്കുമ്പോഴാണ് വെല്ലിച്ചം വരുന്നത്. എന്നെ പറ്റി നോക്കാൻ വേണ്ടി പോകുന്ന പോക്കാം. അതിനിടയ്ക്ക് വെളിച്ചത്തിന് നല്ല ചൂടുള്ള ഉള്ളിവടയും കട്ടൻ ചായയും കൊണ്ട് അമ്മ വന്നു. മഴക്കോട്ടിട്ട് വന്നതുകൊണ്ട് പുള്ളിക്കാരൻ അത് ഊരാണ്ട് പുറത്ത് തന്നെ നിന്നിട്ട് ചായ കുടിച്ചു. ഞാനത് നോക്കി വായും പൊളിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ചോദിച്ചു, നിനക്കും ചായ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും ചായ കുടിക്കാം. അങ്ങനെ എനിക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അകത്തേക്ക് പോയി. വെളിച്ചൻ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം ജാട കാണിച്ചിരുന്ന പൂച്ച സാറിന് വെളിച്ചൻ ഉള്ളിവട തിന്നുന്ന കണ്ടപ്പോഴത്തേക്കും കൊതി വന്നു. അങ്ങനെ പൂച്ച സാറിനും കൊണ്ടുപോയിട്ട് ഒരു കഷ്ണം കൊടുത്തപ്പം ആ വിനയൊന്ന് കാണണ്ടായിരുന്നു. ഇത്രയും നല്ല പൂച്ച സാർ ഈ പഞ്ചായത്ത് വേറെ ഉണ്ടാവില്ല. വലിച്ച തണുപ്പത്ത് നനഞ്ഞ് വിറച്ച് വന്നിട്ട് ആ ചൂട് കട്ടൻ ചായ ഉള്ളിവടയും കഴിച്ച് പുള്ളിക്കാരൻ പെട്ടെന്ന് പോയി. അതിനിടയ്ക്ക് ഓർഡർ ചെയ്ത ചിക്കനുമായിട്ട് ചെക്കൻ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിക്കപ്പും കൊണ്ട് നമ്മുടെ രക്ഷകൻ എത്തുന്നത്. നമ്മുടെ വണ്ടി ചളിക്കകത്തുനിന്ന് വലിച്ചു കയറ്റാൻ വേണ്ടി ചെക്കനെ ഞാൻ ഉച്ചയ്ക്ക് രാവിലെയും കണ്ട് വിളിച്ചതാണ്. പക്ഷേ ആളെത്തുമ്പോൾ വൈകുന്നേരമായി. എന്തൊരൊത്തൊരുമ. നമ്മുടെ കിരൺ ബ്രോയാണ് പിക്കപ്പും കൊണ്ട് വന്നത്. അപ്പം എങ്ങനെയെങ്കിലും കയറ് കെട്ടിയിട്ട് വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നാൽ അങ്ങനെ വന്ന് കൺട്രാക്ട് വന്ന് സൈറ്റൊക്കെ നോക്കി വിലയിരുത്തി കയറൊക്കെ എടുത്തിട്ട് മെല്ലെ വരുന്നുണ്ട് വണ്ടി വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. കയറുമോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. അതിനിടയ്ക്ക് വന്ന വരവിൽ അവൻ്റെ വണ്ടി ചെളി തന്നു. ഇനി അത് വിളിക്കാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി വിളിക്കണമെന്ന് സംശയിച്ചിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ വലിച്ച് കയറ്റി അവിടുന്ന്. അങ്ങനെ ഒരു വിധത്തിൽ കയറൊക്കെ ഇട്ട് ഊരാക്കുടുക്കൊക്കെ കെട്ടി വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുക. അവൻ്റെ ആറ്റിറ്റ്യൂഡെല്ലാം കണ്ടു കഴിഞ്ഞാൽ കലാസിമാർ വന്നിട്ട് ക്രെയിനിട്ട് വലിച്ച് കയറ്റുന്നതാണ്. അങ്ങനെ വലിച്ച് കയറ്റുന്ന കണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് അനിയനും വന്നു. ക്യാമറ വുമണായിട്ട് അനിയൻ്റെ വന്നു. അങ്ങനെ ചെക്കനെ വണ്ടിയിലോട്ട് കയറ്റി ഞാൻ പിക്കപ്പിലോട്ട് കയറി ഇതെങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിപ്പിക്കാനുള്ള ശ്രമത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. മച്ചന്മാർ, നിങ്ങൾക്ക് ഇതേപോലെ എവിടെയെങ്കിലും അത്യാവശ്യപ്പെട്ട് പോകാൻ ഇറങ്ങുമ്പോൾ വണ്ടി പണി തന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കയറൊക്കെ കെട്ടി ഒരു വിധത്തിൽ അവിടുന്ന് വണ്ടി എടുത്തു. പക്ഷേ പിക്കപ്പിൻ്റെ ടയർ അവിടെ കിടന്ന് കറങ്ങുന്ന അല്ലാതെ വണ്ടി കയറുന്നില്ല. ഇനിയിപ്പോൾ അത് കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി വരേണ്ടി വരും ഗൈസ്. അങ്ങനെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. അവനെക്കാളും പ്രായമുള്ളൊരു കയറും എടുത്തുകൊണ്ട് വന്നു. കയറ് പൊട്ടിപ്പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പരിയാരം ഏരിയയിലൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. മോട്ടോക്രോസായിട്ട് നമ്മുടെ ചെക്കൻ പറന്ന് വരും. പക്ഷെ ഞാൻ മാത്രം എന്തെങ്കിലും അത്യാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വേണ്ടാണെങ്കിൽ രാവിലെ വിളിച്ച് കക്ഷിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വെക്കണം. അങ്ങനെ മിനിറ്റുകൾ മണിക്കൂറുകളെല്ലാം കടന്നുപോയി. വണ്ടിയുടെ ടയർ കിടന്ന് കറങ്ങുന്നതല്ലാതെ ഒരു തുള്ളി കയറുന്നില്ല. അപ്പുറം സൈഡിലത്തെ ടയർ മുഴുവൻ ചെളിക്കകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ വലി വലിച്ചാലൊന്നും വണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ക്രെയിൻ കൊണ്ട് കെട്ടി വലിക്കുമെന്നുള്ള ശങ്കയിൽ ഇങ്ങനെ ഒന്നും കൂടെ നോക്കി. അങ്ങനെ വണ്ടി മെല്ലെ 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 കുഴിക്കകത്തുനിന്നൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂറിൻ്റെ ശ്രമഫലമായിട്ട് വണ്ടി കരയ്ക്ക് കയറി ഗൈസ്. എങ്ങനെയൊക്കെയോ വീണ്ടും അടുത്ത കുഴി പോയി വീണു. മഴ വരുന്നതിന് മുമ്പ് ഒരു നല്ല റോഡായിരുന്നു. മോളിൽ നിന്ന് ഉറവ പൊട്ടി ഒഴുകിയിട്ട് മഴയത്ത് മുഴുവൻ ചാലായി പോയതാണ്. അപ്പോൾ അവിടുന്ന് ഭയങ്കര ടാസ്ക്കാണ്. വണ്ടി തിരിക്കണമെങ്കിലോ അങ്ങോട്ട് എടുത്ത് വെക്കണമെങ്കിലൊക്കെ ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വന്നിട്ട് നേരെ മെയിൻ റോഡ് വരെ റിവേഴ്സ് പോയിട്ട് അവിടുന്ന് വേണം തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ടാസ്ക്കാണ് ഗൈസ്. ഈ റോഡ് ടാറിങ് ചെയ്യുന്നിടം വരെ. അടുത്ത കാലത്തും കണ്ട് ടാറിങ്ങൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ഇതിൻ്റെ തൊട്ട് മോളി വരെ ടാറിങ് കേട്ടോ. ഈ ഒരു കട്ട് പീസ് മാത്രമേ ടാറിടാത്തുള്ളൂ. മഴ ആയിക്കഴിഞ്ഞാൽ ചെളിയും കുളം തന്നെ അവസ്ഥ. അങ്ങനെ വണ്ടി കയറ്റി കയറൊക്കെ അയച്ചു, സെറ്റായി. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ വണ്ടിയെല്ലാം വലിച്ചു കയറ്റി സന്തോഷത്തിന് ചെക്കനൊരു കട്ടൻ ചായ എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു ഗൈസ്. എല്ലാവരും ഈ ചെളിയുള്ള സ്ഥലത്തൊക്കെ വണ്ടി ഇറക്കുമ്പോൾ എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലൊക്കെ പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പ്രത്യേകം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.